ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മക്കളുടെ ആറാമത്തെ പാഠമായിട്ടുള്ള പറക്കും വീട് എന്നുള്ള പാഠമാണ് കേട്ടോ. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള രണ്ടാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മളുടെ STD2 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഒരു പാട്ടിൻ്റെ രൂപത്തിലാണ് ഒരു വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ. മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട്, പുലർക്കാല മഞ്ഞും പുതച്ചു നിൽപ്പൂ, മുറ്റത്ത് ചേലുള്ള പൂക്കളുണ്ടേ, ചുറ്റിലും പച്ചപ്പ് കാവലുണ്ടേ, അച്ഛനും അമ്മയും വീട്ടിലുണ്ടേ, മക്കളുടെ കളിച്ചിരികൾ കൂട്ടിനുണ്ടേ, പാട്ടും പഴങ്കഥ കൂട്ടവുമായി പൂവട്ടിമെടയുന്ന മുത്തശ്ശിയും. എന്താ പറഞ്ഞിട്ടില്ല മക്കളെ? മൈലാഞ്ചി മലയിൽ ഒരു കുഞ്ഞു വീടുണ്ട്. കുഞ്ഞു വീട് എങ്ങനെയാണ്? പുലർക്കാലത്ത് പ്രഭാതത്തിൽ രാവിലെയുള്ള പുലർച്ചയുള്ള മഞ്ഞൊക്കെ മൂടിയാണ് നിൽക്കുന്നത്. മഞ്ഞിൽ പുതച്ച് നിൽക്കുകയാണ്. വീടിൻ്റെ മുറ്റത്ത് നല്ല ഭംഗിയുള്ള ചേലുള്ള പൂക്കളുണ്ട്. അതുപോലെ അതിൻ്റെ ചുറ്റിലും നല്ല പച്ചപ്പാണ് ഉള്ളത്. അതായത് ഒരുപാട് പുല്ലും മരങ്ങളും ഒക്കെ ഉണ്ട്. അച്ഛനും അമ്മയും ഉണ്ട് ആ വീട്ടിൽ. അതുപോലെ ഒരുപാട് മക്കളുണ്ട്. ആ മക്കളുടെ കളിച്ചിരികളും ഈ വീട്ടിന് കൂട്ടിനുണ്ട്. പിന്നെ വീട്ടിൽ പാട്ടും പഴങ്കഥകളും ഒക്കെ ആയിട്ട് ആ മുത്തശ്ശിയും ഉണ്ട്. ഇനി നോക്കൂ മക്കളെ, ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു വീട്. കുഞ്ഞു വീടിന്റെ മുഖം കണ്ടിട്ട് എന്തോ ഒരു സങ്കടമുള്ള പോലെ തോന്നുന്നില്ലേ? എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനാണ് കുഞ്ഞു വീട്, മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ കുഞ്ഞു വീട്. എബിയും യാമയും ജോബിനുമെല്ലാം പുറത്തു പോയതാണ്. എത്ര കാലമായി ഞാനിങ്ങനെ ഒരേ നിൽപ്പ്. ഇനി വയ്യ. വീട്ടുകാരെല്ലാവരും പുറത്തു പോകുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു. മക്കൾ സ്കൂളിൽ പോകുന്നു. ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു. സിനിമയ്ക്കും നാടകത്തിനും പോകുന്നു. വിരുന്നിനും വിനോദയാത്രയ്ക്കും പോകുന്നു. ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ. ഒന്ന് കറങ്ങിയാലോ? പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ? എഴുതി വെച്ചിട്ട് പോകാം. അപ്പോൾ കുഞ്ഞു വീടിന്റെ സങ്കടം എന്താണ് മക്കളെ? ആ അവിടെ നിന്ന് എങ്ങോട്ടും പോവാൻ കഴിയാത്തതാണ് സങ്കടം അല്ലേ? വീട്ടിലുള്ള അച്ഛനും അമ്മയും അതുപോലെ അവിടുത്തെ കുട്ടികളായ എബിയും യാമിയും ജോബിനും ഒക്കെ എന്താണ്, പുറത്തു പോകുന്നുണ്ട്. അവരൊക്കെ കളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തു പോകുന്നുണ്ട്. പക്ഷെ വീട് മാത്രം പോകുന്നില്ല. അപ്പോൾ മാത്രം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പം എന്ത് ചെയ്യുന്നു? വീട് പുറത്തേക്ക് പോവാൻ പ്ലാൻ ചെയ്യുകയാണ്. ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോവാം എന്നാണ് വീട് തീരുമാനിക്കുന്നത്. നടന്നു പോകാനാവില്ലല്ലോ, കാലുകളില്ലല്ലോ. പറന്നു പോകാനാവില്ലല്ലോ, ചിറകുകളില്ലല്ലോ. ഉരുണ്ടു പോകാനാവില്ലല്ലോ, ചക്രവുമില്ലല്ലോ. എങ്ങനെ പോകും? ആര് സഹായിക്കും? അപ്പൊ വീടിന്റെ അടുത്ത സങ്കടം എന്താണ്? വീടിന് നടന്നു പോകാൻ പറ്റില്ല, കാരണം വീടിന് കാലുകളില്ല. പറന്നു പോകാൻ പറ്റുമോ? അതുമില്ല, കാരണം വീടിന് ചിറകുകളില്ല. ഉരുണ്ടു പോകാനും പറ്റില്ല, കാരണം എന്താണ്? വീടിന് ചക്രമില്ല. അപ്പൊ വീടിന് എങ്ങനെ പോകും? വീടിനെ ആര് സഹായിക്കും? നോക്കൂ, ഞാൻ സഹായിക്കാം. ആരാ പറയുന്നത്? കാറ്റാണ് അല്ലേ? കാറ്റ് പറയുന്നു ഞാൻ സഹായിക്കാം. കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു. കുഞ്ഞു വീടിനെ തൊട്ട് തലോടിക്കൊണ്ടുവന്ന കാറ്റെന്ത് പറഞ്ഞു? ഞാൻ സഹായിക്കാം, നിന്നെ പോകാൻ ഞാൻ സഹായിക്കാം. അങ്ങനെ കാറ്റിന്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നുയർന്നു. നോക്കൂ മക്കളെ, വീട് പറക്കുന്നത് കണ്ടോ? കാറ്റിന്റെ തോളിലേറി വീട് പറക്കാണല്ലേ. ഹായ്, എന്തെല്ലാം കാഴ്ചകൾ! വീട് ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. തിന്തകത്താരോ, തകതേതകത്തേതകത്താരോ, കാറ്റിന്റെ കൈകളിൽ തൂങ്ങി നീലവാനിൽ പറക്കുന്നു വീട്. പച്ചയിൽ പാൽനിറം തുന്നി പുഴ വെള്ളക്കര പോലെ മിന്നി. ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കണ്ടു. തിന്തകത്താരോ, തകതേതകത്തേതകത്താരോ. എന്താ വീട് പാടുന്ന പാട്ട് നോക്കൂ. കാറ്റിന്റെ കൈകളിൽ തൂങ്ങി, അതായത് കാറ്റ് തന്നെ കൊണ്ടുപോവുകയാണ്. നീലവാനിൽ പറക്കുന്നു വീട്. നീല വാനിൽ, ആകാശത്ത് വീട് പറക്കുന്നു. പച്ചയിൽ പാൽ നിറം തുന്നി, പച്ച നിറമാണ് മുഴുവനായിട്ട് താഴേക്ക് നോക്കുമ്പോൾ. അതിൽ പാൽ നിറം തുന്നി, അതായത് വെളുത്ത നിറത്തിൽ
പുഴ വെള്ളക്കര പോലെ മിന്നി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റിലും പച്ചപ്പായിരിക്കും, താഴെ മുഴുവൻ പച്ചപ്പായിരിക്കും. അവിടെ ഒരു പാല് ഒഴുകിയതുപോലെ, അല്ലെങ്കിൽ പാല് കൊണ്ട് തുന്നിയതുപോലെ, പാൽ നിറത്തില് വെള്ളക്കര പോലെ ഇങ്ങനെ പുഴ മിന്നുന്നുണ്ട്. ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കണ്ടു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്? ആരോ ഒരു ചിത്രം വരച്ചതുപോലെയാണ് താഴെയുള്ള വീടിന് തോന്നുന്നത്. ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ നോക്കൂ. നമുക്കവിടെ നമ്മുടെ കുഞ്ഞു വീട് കണ്ട വീടുകളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഏതൊക്കെ തരത്തിലുള്ള വീടുകളുണ്ട്. ഓലമേഞ്ഞ വീടുണ്ട്, ഓടിട്ട വീടുണ്ട്, കോൺക്രീറ്റ് വീടുണ്ട്, അതുപോലെ ഇരുനില വീടുണ്ട്, 2 നിലയുള്ള വീടുമുണ്ട്. കാറ്റിന്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ട് നീങ്ങി. ഒത്തിരി കാഴ്ചകൾ. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ എന്ന് വെച്ചാൽ കെട്ടിടങ്ങൾ. നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ, കെട്ടിടങ്ങളുടെ നീണ്ട നിര, എങ്ങും തിക്കും തിരക്കും. അപ്പോൾ വീട് എവിടെ എത്തിയിരിക്കുന്നത്? നഗരത്തിൽ നിന്ന് കഴിഞ്ഞു, ഗ്രാമത്തിൽ നിന്ന് കഴിഞ്ഞു, ഇപ്പോൾ നഗരത്തിലെത്തിയിട്ടുണ്ടല്ലേ. നഗരത്തിലല്ലേ നമുക്ക് വലിയ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും പിന്നെ തിക്കും തിരക്കും നിറഞ്ഞ റോഡുകളും ട്രാഫിക്കും ഒക്കെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വീട് പറയുന്നത് നോക്കൂ, ഓ ഇത്രയും വലിയ വീടോ, എന്താണ് വലിയ ഫ്ലാറ്റ് കണ്ടിട്ടാണല്ലേ പറയുന്നത്. അപ്പൊ കെട്ടിടം പറയാണ്, ഞാനൊരു വലിയ കെട്ടിടമാണ്, എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു. നമുക്കറിയാം ഫ്ലാറ്റിൽ ഒരു കുടുംബമല്ല, ഒരുപാട് ഫാമിലികൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കെട്ടിടം പറഞ്ഞു എന്ത്? എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു. താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. ഡാഷ് വന്ന കാറ്റ്. എങ്ങനെ വന്ന കാറ്റ് പറഞ്ഞേ? കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ടുവന്ന കാറ്റ്. ഡാഷ് സൗധങ്ങൾ. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ. ടാറിട്ട റോഡുകൾ. നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ. ഓ എന്തൊരു ചൂട്, ഒരു മരം പോലുമില്ല. അതാ അവിടെ ഒരു വീട് പണിയുന്നു. നമുക്കറിയാം നഗരത്തിലെത്തിയാൽ ഗ്രാമത്തിലേതുപോലെയല്ല, നല്ല കാറ്റും തണുപ്പൊന്നും ഉണ്ടാവില്ല അല്ലേ, ചൂടായിരിക്കും. അപ്പോൾ അവിടെ ഒരു വീട് പണി നടക്കുന്നത് കുഞ്ഞു വീട് കാണുകയാണ്. നോക്കൂ മക്കളെ, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ച് കണ്ടെത്താം. എന്തൊക്കെ തൊഴിലുകളുണ്ട്? ചുമട്ടുകാരനുണ്ട്, മരപ്പണിക്കാരനുണ്ട്, കൊല്ലനുണ്ട്, കൽപ്പണിക്കാരുണ്ടായിരിക്കും, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, പെയിന്റർ, എഞ്ചിനീയർ തുടങ്ങി ഒരുപാട് ആളുകൾ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവരാണ്. ചൊല്ലി രസിക്കാം. ഇനി നിങ്ങൾക്ക് അവിടെ വീട് പണിയെക്കുറിച്ച് ഒരു ചെറിയ കവിത തന്നിട്ടുണ്ട്. നോക്കൂ. വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെയാ, വിത്തുമുളച്ചോ കൊമ്പ് തളിർത്തോ വേരിൽ നിന്നും പൊട്ടിമുളച്ചോ. വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെയാ, തറ പടുക്കണം, തറ നിറയ്ക്കണം, കട്ടില വെക്കണം, കതകു കൂട്ടണം, ചിന്തേരിട്ടു മിനുക്കിയെടുക്കണം, ചുമരു കെട്ടണം, മേൽക്കൂര വാർക്കണം, ചെത്തിത്തേക്കണം, തറ മിനുക്കണം, പെയിന്റ് അടിക്കണം, പത്രാസാക്കണം. വീടുണ്ടാക്കുവതെങ്ങനെയാ, അങ്ങനെയാ. അപ്പൊ എന്താണ് വീട് എങ്ങനെ ഉണ്ടാക്കുന്നത്? വിത്ത് മുളച്ചാണോ, അതോ ഒരു കൊമ്പ് തളിർത്താണോ, അതോ വേരിൽ നിന്നും പൊട്ടി മുളച്ചാണോ വീടുണ്ടാവുന്നത്? അങ്ങനെ ഒന്നും അല്ല അല്ലേ വീടുണ്ടാവുന്നത്. ആദ്യം നമ്മൾ വീടുണ്ടാവാനായിട്ട് അതിനൊരു തറ കെട്ടണം. പിന്നെ ഈ തറയിൽ കല്ലും മണ്ണും ഒക്കെ ഇട്ട് നിറയ്ക്കണം. പിന്നെ അതിൽ കട്ടില വെക്കണം, അതിന് കതക് വെക്കണം. പിന്നെ എന്താണ് സിമെന്റ് ഒക്കെ ഇട്ട് നല്ലോണം പടവ് കഴിഞ്ഞിട്ട് സിമെന്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് തേച്ചു മിനുക്കണം. പിന്നെ ചുമര് കെട്ടണം. അതിനുശേഷം മുകളിൽ മേൽക്കൂര വാർക്കണം. പിന്നെ നല്ലതുപോലെ ചെത്തി തേക്കണം. താഴെ നന്നായിട്ട് തറ മിനുക്കണം. ഇന്നത്തെ പോലെ ടൈൽസോ മാർബിളോ അല്ലെങ്കിൽ കാവിയോ ഗ്രാനൈറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് തറ നന്നായിട്ട് മിനുക്കണം. പിന്നെ അവസാനം പെയിന്റ് അടിച്ച് വീട് നല്ലപോലെ പത്രാസാക്കണം. അതായത് കാണാൻ നല്ല ഭംഗിയുള്ളതാക്കണം. ഈ ജോലികളൊക്കെ കഴിഞ്ഞാലേ നല്ല ഭംഗിയുള്ള ഒരു വീടായിട്ടത് മാറുകയുള്ളൂ. തണലു തേടി കുഞ്ഞു വീട് താണു പറന്നു. നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചി കുഞ്ഞു വീടിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വരിയായി പുളിയുറുമ്പുകൾ. അവ എന്താണ് ചെയ്യുന്നത്? ഇലകൾ തുന്നി ചേർത്ത് കൂടുണ്ടാക്കുന്നു. നമുക്കറിയാം, നമ്മൾ മാവിലും മറ്റുമൊക്കെ കാണാറുണ്ടല്ലേ പുളിയുറുമ്പുകളുടെ കൂട് എങ്ങനെയാണ്? അവ ഇലകൾ ഇങ്ങനെ കൊണ്ട് മാറാല കെട്ടിയതുപോലെ ഇങ്ങനെ ഇലകളിൽ പൊതിഞ്ഞാണ് അവയുടെ കൂടുകൾ ഉണ്ടായിരിക്കുക.
വരികൾ ചേർത്തു പാടാം. നമുക്കിനിവിടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. അതിൽ കുറച്ച് വിട്ടുപോയ ഭാഗമുണ്ട്, അത് പൂരിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ. ഇലകൾ കൂട്ടിയെടുത്തൊരു കൂട് പുളിയനുറുമ്പിൻ കൂടാണ്, വെളുത്ത നൂലാൽ കൊരുത്തെടുത്തത് ചിലന്തി തന്നുടെ വലയാണ്, ഇലകൾ തുന്നിക്കൂട്ടിയെടുത്തത് കുരുവി തന്നുടെ വീടാണ്, ചുള്ളിക്കൊമ്പും നാരും ചേർത്തത് കാക്കപ്പെണ്ണിൻ കൂടാണ്. നോക്കൂ, ഇലകൾ കൂട്ടിയെടുത്ത വീട് പുളിയുറുമ്പിന്റെ കൂടാണ്. അതുപോലെ വെളുത്ത നൂല് കൊണ്ടാണ് അല്ലെ ചിലന്തിയുടെ വീട് നമുക്ക് കണ്ടാൽ വെളുത്ത നൂല് കൊണ്ട് തുന്നി വെച്ചതുപോലെയാണ് തോന്നാറ്. പിന്നെ ഇലകൾ തുന്നിക്കൂട്ടിയെടുത്തത് എന്താണ് മക്കളെ? നിങ്ങൾക്ക് ഒന്നുകിൽ പുളിയനുറുമ്പൻ കൂടാണ് എന്ന് തന്നെ എഴുതാം, അല്ലെങ്കിൽ കുരുവിയുടെ വീടും അങ്ങനെയാണ് അല്ലേ. പിന്നെ ചുള്ളിക്കൊമ്പും നാരും കൊണ്ട് ചേർത്ത് വെച്ചത് എന്താണ്? കാക്കയുടെ കൂടാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കിളിയുടെ പേര് എഴുതിയാലും മതി. കുഞ്ഞു വീട് നന്നേ ക്ഷീണിച്ചു, വഴിയറിയാതെ കുഞ്ഞു വീടും കാറ്റും വട്ടം ചുറ്റി. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഒരു മലയുടെ നെറുകിൽ കയറി കുടിപ്പാർക്കാൻ നോക്കി വീട്, അരുതെന്ന് വിലക്കി മലയും ഉരുൾപൊട്ടാൻ ഇടയുണ്ടേ. കുഞ്ഞു വീടും കാറ്റും ഒരു മലയുടെ മുകളിലാണ് ചെന്ന് പെട്ടത്. അവിടെ വെക്കാനായിട്ട് നോക്കി, താഴെ ഇറങ്ങാനായിട്ട് നോക്കി. പക്ഷെ മല എന്തു പറഞ്ഞു? അരുത്, ഇവിടെ വീട് വെക്കരുത് എന്ന് പറഞ്ഞു. കാരണം എന്താ? ഉരുൾപൊട്ടാന് സാധ്യതയുണ്ട്. ഒരു പുഴയുടെ തീരം കണ്ടു, കുടിപ്പാർക്കാൻ ചെന്നു വീട്, അരുതെന്ന് വിലക്കി പുഴയും മഴ പെയ്താൽ കരകവിയും ഞാൻ. പിന്നെ അവര് പറന്നുപോയി ഒരു പുഴയുടെ തീരത്താണ് എത്തിയത്. അപ്പൊ പുഴയുടെ തീരത്ത് വീട് വെക്കാനായിട്ട് നോക്കി, കാറ്റ് നോക്കി. അപ്പൊ എന്ത് പറഞ്ഞു പുഴ? അവിടെയും പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? മഴ പെയ്താൽ പുഴ കര കവിഞ്ഞൊഴുകും, അപ്പോഴും വീട് നശിച്ചു പോവും. കാടിന്റെ നടുക്കൊരു ദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടിപ്പാർക്കാൻ നോക്കി വീട്, അരുതെന്ന് വിലക്കി കാട്, തകതേതകതേതകതേത തകതേതകതേതകതേത. പിന്നെ നമ്മുടെ വീട് പറന്ന് എവിടെത്തി? ഒരു കാടിന്റെ നടുക്കെത്തി. ആ നടുക്കിലെത്തിയപ്പോൾ കാടിന്റെ ഒരു നടുക്കിലെത്തിയ ഒരു ഭാഗത്തൊരു ദിക്കില് മരങ്ങൾക്കിടയിൽ ചെന്ന് അവിടെ താമസിക്കാനായിട്ട് വീട് നോക്കി. അവിടെ തനിക്ക് ഒന്ന് വിശ്രമിക്കാം എന്നുള്ള രീതിയിൽ വീട് നോക്കി. പക്ഷേ കാട് എന്ത് പറഞ്ഞു? വിലക്കി, ഇവിടെ താമസിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കി. ചോദ്യം നോക്കൂ, കാടിന്റെ നടുവിൽ വീട് വെക്കരുതെന്ന് കാട് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? കാട്ടിൽ വീട് വയ്ക്കുന്നത് കാട്ടിലെ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ജീവിതത്തിന് തടസ്സമാകും. ഇത് കാടിന്റെ നിലനിൽപ്പിന് ദോഷമാകും. അതുകൊണ്ടാണ് കാട്ടിൽ വീട് വെക്കരുതെന്ന് കാട് പറഞ്ഞത്. ചോദ്യം 2. ഇവിടെ വീട് വെക്കരുതെന്ന് പുഴ പറയാൻ കാരണമെന്ത്? പുഴയുടെ അടുത്തോ പുഴയുടെ വഴിയോ വീട് വച്ചാൽ മഴക്കാലത്ത് പുഴ കര കവിഞ്ഞൊഴുകുമ്പോൾ വീട് നശിച്ചു പോകാനും ജീവനാപത്തുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ വീട് വെക്കരുതെന്ന് പുഴ പറഞ്ഞത്. ചോദ്യം 3. മലയുടെ മുകളിൽ കുടിപ്പാർക്കാൻ നോക്കിയ വീടിനോട് മല പറഞ്ഞത് എന്താണ്? മലയുടെ മുകളിൽ വീട് വെക്കരുത്, ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് മല പറഞ്ഞത്. ഇനി കുഞ്ഞു വീട് പറന്ന് എവിടെ എത്തിയതെന്ന് നോക്കൂ. പറന്ന് അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത്. ഇനി മുന്നോട്ട് ഒരടി വയ്യ. കുഞ്ഞു വീടിനെ കാണാതായ സങ്കടത്തിലാണ് യാമി സ്കൂളിലെത്തിയത്. മുറ്റത്തെ ആരവം കേട്ട് അവൾ അങ്ങോട്ടോടി. എന്തൊരത്ഭുതം! മുറ്റത്തതാ കുഞ്ഞു വീട്. കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടു നോക്കി, തള്ളി നോക്കി. വീടിന് ചുറ്റും കുട്ടിക്കൂട്ടം ആർത്തുരസിച്ചു. അവളും അവരോടൊപ്പം കൂടി. അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഊണുമുറിയിലും കയറിയിറങ്ങി കളി തുടങ്ങി. പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് ജനലുകളിലും വരാന്തയിലും കെട്ടി. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് വരവേൽപ്പ് നൽകി. നിങ്ങളുടെ സ്കൂൾ മുറ്റത്തേക്കാണ് കുഞ്ഞു വീട് വന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? എഴുതി നോക്കാം. ഞാൻ ആദ്യം ആ കുഞ്ഞു വീട്ടിൽ കയറി നോക്കും. വീട്ടിൽ ഓടിക്കളിക്കും. കൂട്ടുകാരോടുമൊത്ത് വീട്ടിൽ കുറേ സമയം കളിക്കും. വീട് കടലാസുകൾ വെച്ച് അലങ്കരിക്കും. അടുക്കളയിൽ കയറി ആഹാരം ഉണ്ടാക്കും. ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടെത്താം. ആരവം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരടി വയ്യ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? ഒട്ടും നടക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ക്ഷീണത്തെ സൂചിപ്പിക്കുന്നു. അടിവരയിട്ട പദത്തിന് പകരം പദം പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാം. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് സ്വീകരണം നൽകി. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് വരവേൽപ്പ് നൽകി എന്നാണ് പാഠഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. പാടി രസിക്കാം. നോക്കൂ, നമുക്ക് അവിടെ കുരുവി എന്ന് പറയുന്ന ഒരു കുഞ്ഞു കവിത തന്നിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പ് എഴുതിയതാണ്. ചൊല്ലി നോക്കാം. വാക്കുരുവി വരുകുരുവി വാഴക്കൈമേലിരി കുരുവി, നാരു തരാം ചകിരി തരാം
കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ, ചൂടല്ലേ, തണലിലിരിക്കുക സുഖമല്ലേ, നീ വെറുതെ പോകരുതേ, തണൽ കിട്ടാതെ വലയരുതേ. എന്താ കവിതയിൽ പറഞ്ഞിട്ടില്ല മക്കളെ? ഒരു കുരുവിയോട് വാ വരൂ എന്ന് പറയാണല്ലേ. എന്നിട്ട് വാഴ കയ്യിലിരിക്കൂ, അതായത് വാഴയിൽ കൂട് കൂട്ടു എന്ന് പറയാണ്. ഞാൻ നിനക്ക് കൂട് കൂട്ടാൻ നാര് തരാം, ചകിരി തരാം, പിന്നെ നിനക്ക് കൂടുണ്ടാക്കാൻ നിന്റെ കൂടെയും ഞാൻ വരാം, ഞാൻ സഹായിക്കാം. വെയിലല്ലേ, പുറത്ത് നല്ല ചൂടല്ലേ, അപ്പോൾ ഒരു കൂട് കൂട്ടി അതിന്റെ തണലിരിക്കാൻ സുഖല്ലേ എന്നാണ് ചോദിക്കുന്നത്. നീ വെറുതെ പോകരുതേ, തണൽ കിട്ടാതെ വലയരുതേ. ഒരു കുട്ടി ഒരു കുരുവിയോട് പറയുന്ന മനോഹരമായിട്ടുള്ള വരികളാണല്ലേ ഇത്. ക്ഷണക്കത്ത്. അങ്ങനെ കുരുവി ഒരു കൂടുണ്ടാക്കി. ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം. കുരുവി തീരുമാനിച്ചു. തയ്യാറാക്കിയ ക്ഷണക്കത്ത് വായിക്കാം. ക്ഷണക്കത്ത്. മൈലാഞ്ചിമല. സ്ഥലം മൈലാഞ്ചിമലയാണ്. അതിന് താഴെ ഡേറ്റ് എഴുതാനായിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, ഞാനൊരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച, പിന്നെ ബ്രാക്കറ്റിൽ ദിവസം ഡേറ്റ് ഇട്ട് കൊടുക്കാം, അവിടെ താമസമാവുകയാണ്. രാവിലെ 10 മണിക്ക് മുത്തശ്ശി മാവിന്റെ ചുവട്ടിലെ മുല്ലപ്പന്തലിൽ വെച്ചാണ് ചടങ്ങ്. കുടുംബത്തോടൊപ്പം വരണേ. കുരുവി, മൈലാഞ്ചിമല. ഇതിന് താഴെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. മറ്റേതെല്ലാം രീതിയിൽ ക്ഷണിക്കാൻ കഴിയും, പറഞ്ഞു നോക്കാം. ഒന്നുകിൽ കൂട്ടുകാരെ നേരിട്ട് ഫോണിൽ വിളിച്ച് ചടങ്ങിനെ കുറിച്ച് അറിയിക്കാം, കൂട്ടുകാരുടെ വീട്ടിൽ ചെന്ന് നേരിൽ കണ്ട് ക്ഷണിക്കാം, മൊബൈൽ സന്ദേശങ്ങളോ വാട്സപ്പ് സന്ദേശങ്ങളോ അയക്കാം, ഇമെയിൽ വഴിയും ക്ഷണിക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ക്ഷണക്കത്ത് പങ്കുവെക്കാം. വായിക്കാം. ഏറുമാടം എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താ മക്കളെ ഏറുമാടം? മരത്തിന് മുകളിൽ വീട് കെട്ടുന്നതിനെയാണ് ഏറുമാടം എന്ന് പറയുന്നത്. ഏറുമാടം മരങ്ങളുടെ മുകളിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ചെറു വീടുകളാണ് ഏറുമാടങ്ങൾ. കാടുകളിലാണ് സാധാരണ ഇവ നിർമ്മിക്കുന്നത്. ഉറപ്പുള്ള ശിഖരങ്ങളിലാണ് ഏറുമാടങ്ങൾ പണിയുന്നത്. ഈറ്റ, മുള, വൈക്കോൽ, പുല്ല്, കാട്ടുവള്ളികൾ എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നു. കാട്ടിൽ വസിക്കുന്നവരാണ് ഏറുമാടങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറുമാടങ്ങൾ ഇന്ന് സാധാരണമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ പറക്കും വീട് എന്നുള്ള പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇതിന്റെ വർക്ക് ബുക്ക് നമ്മൾ വൈകാതെ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്